ചണ്ഡീഗഡ് ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിട്ടോ. ഞാനിപ്പം ചണ്ഡീഗഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഒരു ബസ്സിൽ. എന്ത് മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നറിയും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ ഒരു പ്ലാൻഡ് സിറ്റി. നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. ഞാനിപ്പം ഷിംലയിലാണ്. ഇത് ഷിംലയിലെ പഴയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ 2 ബസ് സ്റ്റാൻഡുകളുണ്ട്. ഒന്ന് ISBT തൂട്ടിക്കണ്ടി, പിന്നെ ഈ ഓൾഡ് ബസ് സ്റ്റാൻഡും. പക്ഷേ സിറ്റിയോട് അടുത്തുള്ളത് ഈ ഓൾഡ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഈ കാസ അല്ലെങ്കിൽ റക്കംപിയോ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ISBT തന്നെ പോകണം. എന്നാൽ ഷിംലയിൽ ആദ്യമായി വരുന്നവരാണെങ്കിൽ ഈ ISBT നിന്ന് ലോക്കൽ ബസ് കിട്ടും ഈ ഓൾഡ് ബസ് സ്റ്റാൻഡിലേക്ക്, അതായത് ഈ സിറ്റിയിലേക്ക്. മനോഹരമായ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഈ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗംഭീരം, AC-യിൽ കയറി പോലെ ഉണ്ട്. പിന്നെ ഈ മനമയക്കും ഈ പ്രകൃതിയുടെ കാഴ്ചകളും. ശരിക്കും ഞാൻ പോകുന്നത് കിന്നോർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ മനോഹരമായ ഒരു വില്ലേജിലേക്ക്. ഇങ്ങോട്ട് AC ബസ്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് ഒരു ലോക്കൽ ബസ്സിലാണ്, റക്കംപിയോ എന്ന സ്ഥലത്തേക്ക്. ബസ്സിൽ ഏതാണ്ട് പകുതി പേരും കിന്നോറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോകുന്നവരാട്ടോ. അതായത് ഈ കാസ ഭാഗത്തേക്ക്, ഇന്ത്യയിലെ ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ. സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടത്. പ്രകൃതിയെ സ്നേഹിക്കാത്തവരെ ആരാണുള്ളതല്ലേ. പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി നിർത്തിയതാണ് കേട്ടോ. ഞാൻ യാത്ര ചെയ്യുന്നത് ആ മുന്നിലത്തെ ബസ്സിലാണ് കേട്ടോ. പുറകിലുള്ളതൊരു AC ബസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് റാംപൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്, ഒരു വലിയ ബസ് സ്റ്റാൻഡ്. ഏതാണ്ട് ഒരു അരമണിക്കൂർ ബസ് ഇവിടെ നിർത്തിയിടും. എല്ലാ ബസ്സുകൾക്കും ഉണ്ടോയെന്നറിയില്ല, പക്ഷേ ഞങ്ങൾ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുതലാണ് അത്ഭുതകരമായ വഴികൾ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഈ റോഡിൻ്റെ ഒരു ലക്ഷറി വണ്ടിക്കും തരാൻ പറ്റാത്തൊരു ഫീൽ ഉണ്ട് കേട്ടോ ഈ ലോക്കൽ ബസ്സുകൾക്ക്. ഈ ബസ് പോകുന്നതിൻ്റെ വലതുവശത്ത് ഒരു നദി ഒഴുകി പോകുന്നുണ്ട്, സത്ലജ് റിവർ. എന്നാൽ ചിത്കുല്, സാംഗ്ല ഇതിലൂടെ ഒഴുകി വരുന്ന മറ്റൊരു നദിയുണ്ട്, ബാസ്പ നദി. അതെന്നിട്ട് കർച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സത്ലജ് റിവറായിട്ട് കൂടിച്ചേരും. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊക്കെ എന്താണെന്നറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭജല വൈദ്യുത നിലയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മലനിരകളൊക്കെ തുറന്നിട്ട് പ്രകൃതിയെ ഒട്ടും ദ്രോഹിക്കാതെ നിർമ്മിച്ച ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം. അതാണ് ഹിമാചൽ പ്രദേശിലെ നാഥ്പ ജാക്രി ഹൈഡ്രോ പവർ സ്റ്റേഷൻ. 1500 മെഗാവാട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉൽപ്പാദനശേഷി. അതായത് വടക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ വലിയൊരു പങ്ക് വൈദ്യുതി നൽകുന്നത് ഈ ഒരൊറ്റ പവർ പ്ലാന്റാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ കണ്ടത് ബാസ്പ സെക്കൻഡ് പവർ പ്ലാന്റ് ആണ് കേട്ടോ, 300 മെഗാവാട്ടിൻ്റെ. റക്കംപിയോ അടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ദൂരെ മഞ്ഞുമലകൾ കണ്ടു തുടങ്ങും കേട്ടോ. ഞാനിപ്പോൾ പോകുന്നത് ആ ഒരു പ്രദേശത്തേക്കാണ്. ഈ ഒരു കാഴ്ച നിങ്ങളെ അത്ഭുതപ്പെടുത്തും. എന്ത് മനോഹരമാണെന്നറിയോ കൽപ്പയിലെ ഈ പ്രഭാതം. ഞാനിപ്പം കൽപ്പയിലാണ് കേട്ടോ. ഇവിടെ ഒരു കസേര ഇട്ട് ഒരു ചായ കുടിക്കുന്ന ഫീല്, എന്താ പറയുക, ചിലതൊക്കെ അനുഭവിക്കണം കേട്ടോ. ഞങ്ങൾ നിന്ന വീട് അല്ലെങ്കിൽ ഹോം സ്റ്റേ, ഹിൽസ് ഹെവൻ ഹോം സ്റ്റേ. താല്പര്യമുള്ളവർക്ക് വിളിക്കാട്ടോ. ഹായ്, ഞാനിപ്പോൾ എവിടെയാണെന്നറിയാം? ഇന്ത്യയിലേക്ക് ഹിമാചൽ പ്രദേശിലെ കിന്നോർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. കിന്നോറിൽ സിറ്റിയൊക്കെ എന്ന് വെച്ചാൽ മുകളിലാണ്. അതായത് അതിൻ്റെ അടുത്തൊരു മോണാസ്ട്രി ഉണ്ട്, ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു അമ്പലമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന വ്യൂ ഉണ്ട്, എന്തോ ഭംഗിയാണെന്നറിയാം. രാവിലത്തെ കാഴ്ചകളൊക്കെ. ഇപ്പം സൂര്യനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെ എത്തി. ഏതാണ്ട് ഒരു 3 മണിയായി കാണും. അടിപൊളി സ്ഥലമാണ് കേട്ടോ, രക്ഷയില്ല. എനിക്ക് അതാണ് അവിടെ എവിടെയാണ് കിന്നോർ കൈലാഷം എന്ന് പറഞ്ഞത്. ഇതിന് മുകളിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞു. അതായത് ഈ അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ മൊണാസ്ട്രിന്നോ ഈ ഏരിയയിൽ എവിടെയോ ആണ് കിന്നോർ കൈലാഷം. അവിടെ ഇപ്പം പോകാൻ പറ്റില്ല, അവിടെ ഇപ്പോൾ ക്ലോസ്ഡാണ്. കിന്നോർ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കനാബീസ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്ന കഞ്ചാവ് ഇവിടെ ഒരുപാട് കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ആർക്കും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളിപ്പോൾ കണ്ടോ ഇവിടെ കാട് പിടിച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിലും മരുന്നിലൊക്കെ അല്ലേ ഇത് ഉപയോഗിക്കുന്നത്. ആപ്പിളിൻ്റെ മരം കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. കണ്ടോ ഇതിന് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ ഏതാണ്ട് വലുതായി പറിക്കാൻ പറ്റാവുന്ന രീതിയിലാവും. ഒക്ടോബർ സെപ്റ്റംബർ കണ്ടോ. ഞാനിപ്പോൾ മുകളിലേക്ക് പോവാം, മുകളിലെ അമ്പലത്തിലേക്ക്, മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലേക്ക്, മൊണാസ്ട്രിയിലേക്ക്. ഇന്നലെ ഞാൻ പോയായിരുന്നു, പക്ഷേ ഇന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇങ്ങോട്ട് എന്ത് ഭംഗിയാ നോക്കിയേ.
ഹേയ് 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 എൻ്റെ എവിടെയാ എവിടെയാ വളർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തോ അങ്ങനെ കൈ കൊണ്ടാ മലയാളം അറിയില്ലല്ലേ? എന്നാ ഇങ്ങോട്ട് ഒന്നുകൂടി തോടട്ടെ. ഇങ്ങോട്ട് ഒന്നുകൂടി ഒറ്റ തവണ കൂടി പോയി. കൽപ്പയിൽ ഒരു ബുദ്ധക്ഷേത്രവും അതിനടുത്തായിട്ടൊരു ഹൈന്ദവ ക്ഷേത്രമുണ്ട്, നാരായണ നാഗിനി ക്ഷേത്രം. നമ്മുടെ നാട്ടിൽ കാണുന്ന അമ്പലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്ഷേത്രം. അതിൻ്റെ കാരണം അതിൻ്റെ വാസ്തുവിദ്യ തന്നെയാണ് കേട്ടോ. ഈ നാരായണ നാഗിനി ക്ഷേത്രം എന്നാൽ ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനെയും നാഗരൂപത്തിലുള്ള ദേവിയെ ആരാധിക്കുന്നുണ്ട്. ഹിന്ദു ബുദ്ധ സംസ്കാരങ്ങളുടെ മനോഹരമായ ഒത്തുചേരലിൻ്റെ ഉദാഹരണം കൂടിയാണ് കേട്ടോ ഇവിടം. പിന്നെ ഇവിടെ നിന്നുള്ള ഈ മനോഹരമായ ഹിമാലയൻ കാഴ്ചകളും. ഇവിടെ നിങ്ങൾ കണ്ടോ മരം, അതിന് മുകളിൽ കല്ല്, പിന്നെയും മരം, അതിന് മുകളിൽ കല്ല് കണ്ടോ നിങ്ങൾ? അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ മേൽക്കൂര, അതായത് ഷീറ്റിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന കല്ലിൻ്റെ പാളികളാണ് കേട്ടോ. ഇതാ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധക്ഷേത്രം. ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, രാത്രി ആയതുകൊണ്ട് ഒന്നിനും നിന്നില്ല. ഹുയ്ബ മൊണാസ്ട്രി. ഹുയ്ബ ഏത് മൊണാസ്ട്രി പോയാലും വല്ലാത്തൊരു നിശബ്ദയാണ് കേട്ടോ. അവിടെ ഈ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും ഇതിനെ സ്തൂപ അല്ലെങ്കിൽ ഈ ചോട്ടെന്ന് പറയും. ഇതിനകത്ത് ഒരുപാട് സന്യാസിമാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ചിത്രീകരിക്കാനൊന്നും പറ്റില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ പ്രാർത്ഥനാ ചക്രത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഈ ഓരോ പ്രാർത്ഥനാ ചക്രത്തിൻ്റെ ഉള്ളിലും ഓരോ മന്ത്രങ്ങളുണ്ടാവും. ഓരോ തവണ ക്ലോക്ക് വൈസ് നമ്മൾ കറക്കുമ്പോൾ ആ മന്ത്രം നമ്മൾ ചൊല്ലിയ പോലെ, അതായത് അത് ചൊല്ലുന്നതിന് സമമാണ് നമ്മൾ ഓരോ പ്രാവശ്യം കറക്കുമ്പോഴും. പിന്നെ ഈ പ്രാർത്ഥനാ കൊടികളും നീല ആകാശത്തെയും വെള്ള വായുവിനെയും ചുവപ്പ് അഗ്നിയെയും പച്ച ജലത്തെയും മഞ്ഞ ഭൂമിയെയും സൂചിപ്പിക്കുന്നു. ചുറ്റുമുള്ള എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകാൻ വേണ്ടിയാണ് ഈ 5 നിറങ്ങൾ ഹിമാലയൻ കാറ്റിൽ ഇങ്ങനെ പാറി പറക്കുന്നത്. ഈ പ്രാർത്ഥനാക്കൊടികളിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളും മന്ത്രങ്ങളും കാറ്റിലൂടെ ലോകം മുഴുവൻ പടരുമെന്നാണ് വിശ്വാസം. അതിനിടയിൽ കണ്ട മനോഹരമായ കാഴ്ചയാണ് കേട്ടത്. ഇവിടുത്തെ ഈ ഡോഗ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. നമ്മൾ പേടിക്കരുത്, നമ്മളെ കൂടെ ഇങ്ങനെ വരും, അത്രേ ഉള്ളൂ. വീണ്ടും ഞാൻ എൻ്റെ റൂമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, ഞാൻ വരുന്ന വഴിക്ക് പരിചയപ്പെട്ട ഒരാൾ. ഇപ്പം ഞങ്ങളൊരു ട്രക്കിങ്ങിലാണ് കേട്ടോ. ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ ദൂരമുള്ള ട്രക്കിംഗ്, അതായത് ഈ കൽപ്പയിൽ തന്നെയുള്ള. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ട്രക്കിങ്ങിനെ കുറിച്ച് പറയാം കേട്ടോ.